കൂട്ടുകാരെ, ആരോഗ്യ കായിക വിദ്യാഭ്യാസ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീട്ടിൽ നിന്ന് ബോറടിച്ചല്ലേ? വിഷമിക്കേണ്ട, നമുക്ക് നല്ല രീതിയിൽ കുറച്ച് കായിക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം. കൂട്ടുകാരെല്ലാവരും നിങ്ങളുടെ ശരീരത്തിന്റെ അയവ് പരിശോധിച്ചിട്ടുണ്ടോ? പരിശോധിച്ച് കാണും. നിങ്ങൾ കൂട്ടുകാരോടൊപ്പം കളിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ ചെയ്യാറുള്ളതാണ് കാലിന്റെ മുട്ട് വളയാതെ തന്നെ നിങ്ങൾ തറയിൽ തൊടുന്നത്. അതുപോലെ നിങ്ങൾ അയവ് പല രീതിയിലും പരിശോധിച്ചിട്ടുണ്ട്. അയവ് അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി, ഇത് നമ്മുടെ ശരീരത്തിന്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ അയവ് വർദ്ധിപ്പിക്കുന്ന കുറച്ച് എക്സസൈസ് ചെയ്താലോ? റെഡിയല്ലേ? അതേയായി തല ബേക്കിലോട്ട് താഴോട്ട് ഇരിക്കുക, നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുക. ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, തിരിച്ചതുപോലെ പിന്നെ അപ്പ് ചെയ്യുക, ഒരു സൈഡിലേക്ക് തിരിക്കുക, 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, നല്ലതുപോലെ ഫ്രണ്ടിലേക്ക് നല്ലതുപോലെ പുഷ് ചെയ്യുക, സ്ട്രെച്ച് ചെയ്തൊരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അവിടെ നിന്ന് നേരെ പതുക്കെ മുകളിലേക്ക് ഉയർത്തുകയായി കൈ ഉയർന്നു നടന്നു തന്നെ നമ്മുടെ കാലുകളുടെ ടോയിൽ വന്ന് നിൽക്കുക, 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. തിരിച്ചതുപോലെ തിരിച്ചു വന്ന ശേഷം വലതുവശത്തേക്ക് തിരിയുക, മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. തിരിച്ച് പഴയ പൊസിഷനിലേക്ക് പഴയ പൊസിഷനിലോട്ട്. അടുത്തായി കൈയുടെ ഷോൾഡർ സ്ട്രെച്ച് ചെയ്യുക, നല്ല രീതിയിൽ മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ശേഷം അടുത്ത കൈ ഇതുപോലെ തന്നെ മാക്സിമം സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ലെവലിൽ വയ്ക്കുക. ശേഷം ഒരു കൈ മേളിലോട്ട് പൊക്കിയ ശേഷം മാക്സിമം സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ തിരിച്ചു വരിക. അടുത്ത പൊസിഷനിലേക്ക് അതുപോലെ തന്നെ നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് കൈ ഹിപ്പിൽ വെച്ച ശേഷം ഫ്രണ്ടിലോട്ട് മാക്സിമം ബെൻഡ് ചെയ്യുക. തിരിച്ചു വന്ന ശേഷം അതുപോലെ ബാക്കിൽ ഒരു കാലം ഫ്രണ്ടിലോട്ട് നീക്കി വയ്ക്കുക. വെച്ച ശേഷം രണ്ട് കൈ കൊണ്ട് മാക്സിമം ആ ടോയിൽ പിടിച്ച ശേഷം കാല് ബാക്കിലേക്ക് വലിക്കുക. ഫ്രണ്ടിലോട്ട് വെച്ചിരിക്കുന്ന മുട്ട് മടങ്ങരുത്, മടങ്ങാത്ത രീതിയിൽ തന്നെ വെക്കുക. അത് കഴിഞ്ഞ ശേഷം അടുത്ത കാലം അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് കാല് വയ്ക്കുക. ഇരു കൈകൾ കൊണ്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത ശേഷം പതുക്കെ റിലാക്സ് ആകുക. കാല് ബാക്കിലേക്ക് പിടിക്കുക, ബാലൻസ് ചെയ്ത് നിൽക്കുക. ഓക്കെ, പതുക്കെ റിലാക്സ് ചെയ്യുക. അടുത്ത കാലം ഇതുപോലെ തന്നെ ബാക്കിലേക്ക് പിടിക്കുക. ഓക്കെ, റിലാക്സ് ചെയ്യുക. കാല് അതുപോലെ ഫ്രണ്ടിലേക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. അതുപോലെ അടുത്ത കാലം അതുപോലെ തന്നെ മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. റിലാക്സ് ചെയ്ത ശേഷം കാല് സൈഡിലേക്ക് മാക്സിമം കൈ ഫ്രണ്ടിലോട്ട് തന്നെ ഉയർത്തിയ ശേഷം മാക്സിമം ഫ്രണ്ടിലോട്ട് കൈക്ക് സ്റ്റിക്ക് ചെയ്യുക. ഓക്കെ, അത് റിലാക്സ് ചെയ്ത ശേഷം കാല് രണ്ട് ചേർത്ത് വയ്ക്കുക, മാക്സിമം ചേർത്ത് വയ്ക്കുക. കാല് രണ്ട് സൈഡിലോട്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് വയ്ക്കുക. കൈകൾ അതുപോലെ നേരത്തെ പോലെ തന്നെ കൈ നല്ലപോലെ ഉയർത്തിയ ശേഷം സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത സൈഡിലേക്ക് അതുപോലെ സ്ട്രെച്ച് ചെയ്യുക. കാല് മുന്നോട്ട് നീക്കി വെച്ചിരിക്കുക. ശേഷം കൈ മാക്സിമം കൈ ഹൈറ്റിലേക്ക് ഉയർത്തിയ ശേഷം ഫ്രണ്ടിലെ കാലിൻ്റെ ടോയിലേക്ക് ടച്ച് ചെയ്യുക. ഹോൾഡ് ചെയ്യാൻ പറ്റുന്നവർ ഹോൾഡ് ചെയ്യുക, ഇല്ലെങ്കിൽ മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. കൂട്ടുകാർക്കെല്ലാവർക്കും ഈ ഫ്ലെക്സിബിലിറ്റി എക്സസൈസ് ഇഷ്ടമായല്ലോ? നിങ്ങൾ കൂടെ ചെയ്തില്ലേ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കാലിന്റെ മുട്ട് വളയാതെ തന്നെ തറയിൽ തൊടാനും ശ്രമിച്ചാലോ? എല്ലാവരും റെഡിയാണല്ലോ? കൈകൾ മാക്സിമം മുകളിലേക്ക് ഉയർത്തിയ ശേഷം സാവധാനം എല്ലാവർക്കും
ഇപ്പോൾ തറയിൽ തൊടാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഇനി വീട്ടിലിരുന്ന് സുരക്ഷിതമായി വീട്ടിൽ നിന്ന് ഈ എക്സസൈസുകളൊക്കെ ചെയ്യുക.